ഹായ് ഫ്രണ്ട്സ്, സൊല്യൂഷൻസ് കോഡിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, ടുഡേ സെഷനിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡ്. സോ ഞാൻ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് പറയുന്നതിന് മുമ്പ് അതിനൊരു സിറ്റുവേഷൻ, ഒരു സിനാരിയോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ഒരു വലിയ ചാർജ് ക്യൂ ഉണ്ടെന്ന് കരുതുക. ഇദ്ദേഹത്തിന്റെ വിസിനിറ്റിയിൽ, ഈ ചാർജിന്റെ വിസിനിറ്റിയിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ ഞാൻ മറ്റൊരു ചാർജ് വെക്കുക. ഈ ചാർജ് വളരെ ചെറുതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വാല്യൂ കുറവുള്ള ഒരു ചാർജാണ്, Q0 എന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ചാർജിന്റെ ഇടയ്ക്ക്, ഈ രണ്ട് ചാർജിന്റെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട്. രണ്ട് ചാർജിന്റെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഐദർ അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ റിപ്പൾസീവ് ഫോഴ്സ്. അതായത് എങ്ങനെയാ, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൾഷൻ, അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ. സോ എനിവേ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ചാർജ് ഡ്യൂ ടു ദിസ് ചാർജ് ഏതാണ്, ഇൻ Q0 ബിക്കോസ് ഓഫ് ദിസ് Q. ഇത് എവിടെയാണ് ഉണ്ടാവുന്നത് നോക്കുക. The space in which the force experienced on this Q0 because of this large Q. ഈ സ്പേസിനെയാണ് നമ്മൾ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. സോ ദ സ്പേസ് അറൌണ്ട് വിച്ച് എ ചാർജ് ഈസ് എക്സ്പീരിയൻസിംഗ് എ ഫോഴ്സ് ബിക്കോസ് ഓഫ് അനദർ ചാർജ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിലേക്ക് കടക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക്കിന് മുമ്പ്, അടുത്ത ടോപ്പിക്കിലേക്ക്, ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പറയാണ്. അതായത് എന്താണ് സോഴ്സ് ചാർജ്, എന്താണ് ടെസ്റ്റ് ചാർജ്. ഇപ്പൊ ഞാൻ ആ സിറ്റുവേഷൻ പറഞ്ഞതുകൊണ്ട് എനിക്കിത് പറഞ്ഞാൽ എളുപ്പമുണ്ടാവും. ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാക്കായിരിക്കും സോഴ്സ് ചാർജ്, ടെസ്റ്റ് ചാർജ് എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ നേരത്തെ സിനാരിയോയില് ഒരു വലിയ ചാർജ് വെച്ചു. ദിസ് ചാർജ് ഈസ് എന്താ പറയാ, ഈ ചാർജ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അതിന് സോഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വലിയ ഏത് ചാർജ് ആണോ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക, അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും, സോഴ്സ് ചാർജ്. അപ്പൊ മറ്റൊരു ചാർജ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ചാർജ് എന്ത് ചെയ്യും, ഇറ്റ് ടെസ്റ്റ് ദ എഫക്ട് ഓഫ് ദി സോഴ്സ് ചാർജ്. ഈ സോഴ്സ് ചാർജിന്റെ എഫക്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ വാല്യൂ ഉള്ള ചാർജ് ആണ് എന്ത് പറയുന്നത്, ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. സോ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിലേക്ക് കിടക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മീൻസ് ഒന്നുമില്ല, നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു അല്ലെ. ഇറ്റ്സ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ചാർജ് ബിക്കോസ് ഓഫ് ദ അനദർ ചാർജ് ഇൻ എ സ്പേസ് അല്ലെ. ആ സ്പേസിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നുമില്ല. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത, സിമിലർ വേ. അപ്പം അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണോ തീവ്രമായിട്ടുള്ളത്, അതായത് കൂടുതലുള്ളത്, അവിടെ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ സിംപ്ലി എങ്ങനെ ഓർത്തിരിക്കാം, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എവിടെയാ, ഏത് സ്പേസിലാണോ ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത കൂടുതൽ, അവിടെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതിന് മറ്റൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ പെർ ടെസ്റ്റ് ചാർജ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. അങ്ങനെ വരുമ്പം അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും എന്നറിയാമോ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്ത് വരും, ന്യൂട്ടൺ. ചാർജിന്റെ യൂണിറ്റ് എന്ത് വരും, കോളം. അപ്പൊ എങ്ങനെ എഴുതാം, ന്യൂട്ടൺ കൂളം റൈസ് ടു -1. സോ അതിന്റെ യൂണിറ്റ് നമുക്ക് മനസ്സിലായി. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ ഫോർമുല ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ ടെസ്റ്റ് ചാർജ് Q0. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത കൂടുതൽ, അവിടെ ആയിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇത്രയും നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടോപ്പിക്കിൽ മനസ്സിലാക്കുക. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സോഴ്സ് ചാർജ്, ടെസ്റ്റ് ചാർജ് എല്ലാം പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെഫിനിഷൻസ്, ഫോർമുല, യൂണിറ്റ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് നോക്കാം. ഒരു പ്ലസ് ചാർജ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അതിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് അറിയാമോ, ഇറ്റ് ഷുഡ് ഗോ റേഡിയലി ഔട്ട്വേർഡ്സ് എന്ന് പറയാം. എന്താണ്, ഇറ്റ് ഷുഡ് ഗോ റേഡിയലി ഔട്ട്വേർഡ്സ്. സോ ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മൈനസ് ചാർജ് എന്ന് പറയുന്നത്, മൈനസ് ചാർജിന് എന്ത് വരും, ഇറ്റ് ഷുഡ് ഗോ റേഡിയലി ഇൻവേർട്സ്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് ചിലപ്പോഴല്ല മിക്കപ്പോഴും വരയ്ക്കാനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
വളരെ എളുപ്പമല്ലേ നോട്ട് ചെയ്യാൻ. അപ്പം ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ ഇങ്ങോട്ടാണ് അല്ലെ, ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വിസിനിറ്റി ഇതായതുകൊണ്ട് ഇതിന്റെ വളരെ അടുത്ത് തന്നെ ഒരു ചെറിയ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൊണ്ട് വെച്ചു. എന്തുകൊണ്ട് വെച്ചു? പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൊണ്ട് വെച്ചു. സോ ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ അവർക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത് റിപ്പൾഷൻ ഫോഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇങ്ങോട്ടാണ്, ഫോഴ്സും ഇവിടെ ഇങ്ങോട്ടാണ്. അപ്പൊ അതിന്റെ എന്ത് മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് and force are in same direction. Okay, ഇവിടെ നോക്കിയേ, നമുക്ക് നോക്കാലോ. ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു വീണ്ടും ഇതിന്റെ വിസിനിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഞാനൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു. ഓക്കെ, ഇത് മൈനസ് ചാർജ്, ഇത് മൈനസ് ചാർജ്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. സോ അട്രാക്ട് ചെയ്യും അല്ലെ, എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സിന്റെയും ഡയറക്ഷൻ എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിൽ, ഒരേ ദിശയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതൊരു പ്ലസ് ചാർജ് അല്ലേ, അപ്പൊ അവിടെ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും പോകേണ്ടത്. അപ്പം പ്ലസ് ഫോഴ്സ് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. സോ ഇ ആൻഡ് എഫ് ആർ അഗെയിൻ in സെയിം ഡയറക്ഷൻ. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ, കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പൊ പഠിച്ച 2 ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. മൂന്നാമത്തെ ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമുക്ക് നോക്കാം സിറ്റുവേഷൻ. ഞാൻ പറയാം, നമ്മള് ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജ് നമ്മൾ ഒറിജിനിൽ കൊടുക്കുന്നു. ഓക്കെ, ഒറിജിനിൽ ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് വെക്കുന്നു. ഇവിടെ നിന്നൊരു R0 അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു R ഡിസ്റ്റൻസിൽ മറ്റൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുന്നു, ദാറ്റ് ഈസ് Q0. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ, അല്ലെങ്കിൽ എയിം എന്താണെന്ന് നോക്കാം. എന്താണ്? ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എവിടെ? ഈ പോയിന്റ് ഞാൻ പി എന്ന് വിളിക്കുകയാണ്, അറ്റ് പി. ഓക്കെ, ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി, അറ്റ് ദ പോയിന്റ് പി. ഓക്കെ, ഡ്യൂ ടു ദ ചാർജ് ക്യൂ. ഡ്യൂ ടു ദ ചാർജ് ക്യൂ, ഇതാണ് നമ്മുടെ എയിം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തേ ഉള്ളൂ? എന്ത് ലോയാ പഠിച്ചത്? 2 ചാർജ് ഉണ്ടെങ്കിൽ അവർക്കിടയിൽ യൂസ് ചെയ്യുന്ന ലോ എന്താണ്? കൂളംസ് ലോ അല്ലേ. ഓക്കെ, കൂളംസ് ലോ. അക്കോർഡിംഗ് ടു കൂളംസ് ലോ നമുക്ക് എന്ത് പറയാം? F is equal to 1/4πε0 Q1 Q2. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? Q and Q0 ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ r സ്ക്വയർ. നമ്മളിത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ചുമ്മാ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്താ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐ ഹാവ് ടു ഫൈൻഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെ എന്താന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ്. അപ്പൊ ഇവിടെ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ് കണ്ടുപിടിച്ചാൽ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? F/Q0 എന്ന് വരണം. അപ്പൊ എനിക്ക് ഈ Q0 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടത്തില്ലേ? സോ ഈ Q0 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കി എന്താ ഉള്ളത്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഈ F/Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P is equal to 1/4πε0 ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു ദിസ് ചാർജ് അറ്റ് ദ ഒറിജിൻ ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ R സ്ക്വയർ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഓക്കെ, വി ക്യാൻ നെയിം ദിസ് ആസ് ഷാർക്ക് POD, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഷാർക്ക് പ്രൊട്ടക്റ്റീവ് ഓഷ്യാനിക് ഡിവൈസ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്
ഡൈവേഴ്സ് അല്ലെങ്കിൽ സ്വിമ്മേഴ്സിനെ ഷാർക്കിൻ്റെ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ് us see how it works. ഷാർക്ക് POD കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ ഇലക്ട്രോഡ്സ്. ഒരു 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം ആ എയർ ടാങ്കിലായിരിക്കും പിടിപ്പിച്ചിട്ടുണ്ടാവുക. മറ്റൊരു ഇലക്ട്രോഡ്സ് അവരുടെ സ്വിം ഫിൻസിലായിരിക്കും. സ്വിം ഫിൻസ് മീൻസ് ഈ നീന്താൻ വേണ്ടി അവർ കയ്യിലും കാലിലും അണിയുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്വിം ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ ഇലക്ട്രോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ഓൾസോ. സോ ടോട്ടൽ 2 ഇലക്ട്രോഡ്സ്. So in between these 2 electrodes, an electric field is getting generated. So shark being sensitive to the weak electric field, they will turn around, and this protects the swimmers or divers from the attack of the sharks. സോ നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത് പ്ലസ് ചാർജിൽ നിന്നും എമിനേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും, ലൈക്ക് ദിസ്. അതേപോലെ ഒരു മൈനസ് ചാർജ് ഉണ്ടെങ്കിൽ മൈനസ് ചാർജിലേക്ക് വരുന്ന പോലെ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ റേഡിയലി ഇൻവേർട്സ്. മൈനസ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. പക്ഷേ പ്ലസ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ റേഡിയലി ഔട്ട്വേർഡ്സ്. സോ ദിസ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്സ് ആൻഡ് ദിസ് ഈസ് റേഡിയലി ഇൻവേർട്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ആക്ച്വലി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. സോ ഇത്തരം ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ സെഷൻസിൽ പഠിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നിങ്ങൾക്ക് പോകുന്നത് മാത്രം. സോ പ്ലസ് ചാർജിൽ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കേണ്ടത്. മൈനസ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർട്സ്, മൈനസ് ചാർജിലേക്ക് വരുന്ന പോലെ വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? പ്ലസ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട്സ് ഫ്രം പ്ലസ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പ്ലസ് ചാർജ് and ends at infinity. In the case of negative charge, magnetic field line starts from infinity, കാരണം മൈനസ് ചാർജിലേക്ക് വന്നു കയറുവാണ്, and ends in negative charge. നമ്മൾ നേരത്തെ വരച്ചതാണ് ഇപ്പോൾ എഴുതിയിരുന്നത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? നമുക്കറിയാവുന്ന കാര്യമല്ലേ, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് ചാർജസ് ആണെങ്കിൽ ഒരേപോലുള്ള ആൾക്കാർ എന്ത് സംഭവിക്കും? റിപ്പൽഷൻ നടക്കും. അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ സംഭവിക്കും. സോ നമ്മൾ ചുമ്മാ വരച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് പ്ലസ് ചാർജ് ഇങ്ങനെ വരയ്ക്കാം, മൈനസ് ചാർജ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ അട്രാക്ഷൻ ആണെങ്കിൽ പ്ലസ് ചാർജിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന പോലെ വരച്ചതിന് ശേഷം മൈനസ് ചാർജിലേക്ക് ചെന്ന് നമുക്ക് എൻഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ അഗെയിൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്, അല്ലേ? സോ അഗെയിൻ ഇങ്ങനെ വരയ്ക്കാം, സോ അഗെയിൻ ഇങ്ങനെ വരയ്ക്കാം. സോ ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരിക. സോ ഇത് അട്രാക്ഷൻ്റെ ആണ് ഞാൻ വരച്ചേക്കുന്നത്. റിപ്പൾഷൻ ഓൾസോ ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. നമ്മളിത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന പോലെ തന്നെയാണ്. സോ എല്ലാ പ്രോപ്പർട്ടിയും പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പോലെ അല്ല. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇനിയുണ്ട് 2-3 ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് പേജ്. ഇനി നമ്മൾ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അട്രാക്ഷൻ നമ്മൾ വരച്ചു, ഒരു പ്ലസ് ചാർജ് വരച്ചു, ഒരു മൈനസ് ചാർജ് വരച്ചു, എന്നിട്ട് അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു, അല്ലേ? ഇങ്ങനെയൊക്കെ വരച്ചു. സോ ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദിസ് വി ഹാവ് ഡ്രോൺ, അല്ലേ? ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണം. സോ സേ പോയിന്റ് പി ആണെന്ന് വയ്ക്കുക. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി? അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണമെന്ന് അറിയാമോ? വി ഹാവ് ടു ഡ്രോ എ ടാൻജൻറ്റ്. ആ കെർവിന് ടാൻജൻറ്റ് വരച്ചാൽ മതി. ടാൻജൻറ്റ് ടു ദ കെർവ് അറ്റ് പോയിന്റ് പി. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഈ പിയിൽ ഒരു ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പം പ്ലസ് സി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? സോ വി വിൽ ഡ്രോ ലൈക്ക് ദിസ്. സോ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. സോ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്.
സോ നമുക്ക് വേറൊരെണ്ണം കൂടെ നോക്കാം. ഈ പോയിന്റിൽ ലെറ്റസ് സേ ദാറ്റ് ഇസ് ക്യൂ. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം എഗെയിൻ പ്ലസ് ചാർജ് ആയതുകൊണ്ട് വി വിൽ ഡ്രോ ലൈക്ക് ദിസ് ആൻഡ് വി ഹാവ് ടു ഡ്രോ എ ടാൻജന്റ്, അതായത് ടച്ച് ചെയ്ത് പോകണം ആ കർവിനെ. സോ ക്യൂവിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് E1 എന്ന് വിളിക്കാം, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ P വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ Q will be like this. എന്താണ് ഓരോ പോയിന്റിലും കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്? You have to draw a tangent at that point. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിനകത്ത് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പറയാൻ പോകുന്നത്, പ്ലസ് ചാർജ് മൈനസ് ചാർജ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ്, കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. അതിൽ ഒരെണ്ണം ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. സോ ഇതിലിവിടെ ഞാനൊരു P എന്ന് പറഞ്ഞ പോയിന്റ് ഡിറ്റർമൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഈ വരച്ചതിനകത്തൊന്നും തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്തിട്ടില്ല? ആക്ച്വലി ഇന്റർസെക്ട് ചെയ്തിട്ടില്ല അല്ലേ? ഹാവ് നോട്ട് ഇന്റർസെക്റ്റഡ്. ഒരു ഇന്റർസെക്ഷൻ നടന്നിട്ടില്ല. എന്തുകൊണ്ട് ഇന്റർസെക്ഷൻ നടന്നിട്ടില്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ നടന്നെങ്കിൽ ഈ പോയിന്റ് ജസ്റ്റ് P ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെക്കണമെങ്കിൽ ഈ കർവ് അനുസരിച്ചിട്ട് ഇത് പ്ലസ് നിന്ന് വരുന്നതാണെന്നും ഇത് മൈനസ് ചാർജ് ആണെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നത് അല്ലേ? സിമിലർ വേ ഇത് ഞാൻ ഇങ്ങോട്ട് വരച്ചു, മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഈ പോയിന്റ് Pയിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ദിശയുണ്ടെന്ന് സംസാരിക്കേണ്ടി വരും. സോ അതൊരു അബ്സേർഡിറ്റിയാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനകത്ത് ലോജിക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അത് ലോജിക്കിന് നിരക്കാത്തൊരു കാര്യമായി. സോ അത് നമ്മളൊരു കൺസർവേഷൻ പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ഹാവ് ടു ഫോളോ ദാറ്റ് വെൻ വി ഡ്രോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ദേ ഷുഡ് നോട്ട് ഇന്റർസെക്ട്. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ എവിടെയാണോ കണ്ടക്ടർ വെച്ചിരിക്കുന്നത്, ഇപ്പോൾ നമുക്കൊരു കണ്ടക്ടറൊക്കെ വെച്ചിട്ടുണ്ടാവും, ആ കണ്ടക്ടറിലൂടെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? ആ ഇലക്ട്രിക് കണ്ടക്ടർ അല്ലെങ്കിൽ ചാർജ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. അതായത് ഇത് ഈ പടം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് ആ സർഫസ് എന്ന് വിചാരിക്കുക. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഐദർ പാസിങ് നോർമൽ ടു ദ സർഫസ്. സോ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം വേണമെങ്കിൽ മേളിലോട്ടും വരയ്ക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണോ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിന് 90 ഡിഗ്രിയിൽ പാസ് ചെയ്ത് പോകണം. സോ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസോ എല്ലാം ഒന്നുകൂടി ഒന്ന് പറയാം. ഐ വിൽ നോട്ട് ബി റൈറ്റിംഗ്, പറയാം. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലേക്ക് റേഡിയലി ഇൻവേർട്സ് നമ്മൾ വരയ്ക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരു പോയിന്റിൽ ആ കർവിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡ്രോ എ ടാൻജന്റ് ആൻഡ് ദീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് സപ്പോസ് ടു ഇന്റർസെക്ട് അല്ലേ? പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഏത് സർഫസിലാണോ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ആ സർഫസിന് നോർമലായിട്ടേ നമ്മൾ എന്ത് വരയ്ക്കാൻ പാടുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ? ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. ഈക്വൽ ചാർജ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ് സേ ദിസ് ഈസ് 2 മൈക്രോ കുളംബ്, ഇതും 2 മൈക്രോ കുളംബ് ആണ്. സോ ഇത് ഈക്വൽ ചാർജസ് ആണ്. പക്ഷേ എന്താണ്? ഈക്വൽ ചാർജസ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ക്യാരക്ടർ. ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വെൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a. അങ്ങനെയെങ്കിൽ ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. സോ ദ മിഡിൽ പോയിന്റിനെ നമുക്ക് വേണമെങ്കിൽ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. സോ ഈ സെൻട്രൽ നിന്നും ഓരോ ചാർജിലോട്ടും ഉള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ അത് എത്ര വരും? A. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓരോ ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ എന്ത് വരും? A. സോ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു അറേഞ്ച്മെന്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക് ഡൈപോൾ. സോ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു രണ്ട് കാര്യം പറയാം. ഡൈപോൾ ലെങ്ത്. വാട്ട് ഈസ് ഡൈപോൾ ലെങ്ത്? ഇവിടെ ഡൈപോളിന്റെ ലെങ്ത് എത്ര പറഞ്ഞിരിക്കുന്നത്? 2a. സോ 2aക്ക് മറ്റൊരു പേര് എന്താണ്? ഡൈപോൾ ലെങ്ത്. സോ ഡൈപോൾ ലെങ്ത് ഈസ് 2a.
അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ. എന്താണ്? ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ ഈസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ. സോ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ ഈസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നായിരിക്കും. സോ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പോയിന്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ടോട്ടൽ ചാർജ് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ? Total charge of electric dipole means ഒരു net negative charge is there, ഒരു positive charge is there. The total charge of this electric dipole will be 0. Okay, and the next point we should be remembering always is examples. HCl, H2O, NH3 ഇതെല്ലാം ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. സോ എക്സെട്ര. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സിമ്പിളാണ്. എന്തൊക്കെയായിരുന്നു? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഡൈപോൾ. Dipole length 2a and direction will be always from negative to positive and the total charge of the electric dipole is 0. For the examples ഒരു 2-3 പഠിച്ചു വെച്ചേക്കുക. HCl, H2O and NH3. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു എക്സാമ്പിൾ എടുക്കാം. ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിളാണ് HCl. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഏതാ പോസിറ്റീവ് ചാർജ്, ഇതിനകത്ത് ഏതാ നെഗറ്റീവ് ചാർജ്? നമുക്കൊന്ന് നോക്കാം. യെസ്, നമുക്കറിയാം ക്ലോറിൻ ഈസ് നെഗറ്റീവ് ഇൻ നേച്ചർ ആൻഡ് ഹൈഡ്രജൻ ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. സോ നമുക്കൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് മൈനസ് ആൻഡ് ദിസ് ഈസ് പ്ലസ്. ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a, ഇതെന്തായിട്ട് മാറും? an ഇലക്ട്രിക് ഡൈപോളായിട്ട് മാറും. ഇവിടെ അവരുടെ സ്ട്രെങ്ത്, ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ, സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ, ഇതിനെയാണ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു ടേം നിങ്ങൾ പഠിക്കും. വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്? എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ്. അതിൻ്റെ സിമ്പൽ P ആണ് ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും. സോ ദ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. സോ ഫ്രം ഹിയർ ടു ഹിയർ. സോ ദ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. സോ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. എന്തിൻ്റെ ഫോമുലയാണ്? P എന്ന് എഴുതുമ്പോൾ തന്നെ അറിയാലോ, ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഈസ് ഗിവൺ ബൈ Q into 2a. സോ വാട്ട് ഈസ് Q? ദിസ് ഈസ് ചാർജ് ആൻഡ് 2a ഈസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് അല്ലേ. സോ ഡൈപോൾ മൊമെന്റിന്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സെഷൻ തൊട്ട് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. സോ യൂണിറ്റ് ഇസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ അല്ലേ, ഈ ചാർജിന്റെ യൂണിറ്റ് കൂളം, 2a മീൻസ് ഡിസ്റ്റൻസ്. സോ അത് മീറ്ററിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡയമെൻഷണൽ ഫോമുല ഫോർ ഡൈപോൾ മൊമെന്റ്. ദാറ്റ് ഈസ് ചാർജിന്റെ കൂളമിന്റെ ഡയമെൻഷണൽ ഫോമുല എന്ന് പറയുന്നത് ആംപിയർ ഇൻറ്റു ടൈം ആണ്. മീറ്റർ മീൻസ് ലെങ്ത്, L വരും. സോ LAT ആണ് എന്തിൻ്റെ ഡയമെൻഷണൽ ഫോമുല, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഫോമുല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇതൊരു കഥ പോലെ ഓർത്തിരുന്നാൽ മതി. ഇൻ ദിസ് ടോപ്പിക് വി വിൽ ബി ഡിസ്കസിങ് വാട്ട് ഈസ് പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ, എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റ് എങ്ങനെയുണ്ടാവും, ഇതൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നോൺ പോളാർ മോളിക്യൂൾ. ഓക്കെ, നമുക്കറിയാം ഓൾ മാറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ഓരോ ആറ്റംസിൻ്റെ അടുത്തും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? ദെയർ വിൽ ബി എ ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ സംസാരിക്കുന്ന പോസിറ്റീവ് ചാർജസിനെ പറ്റി ആയതുകൊണ്ട് ഐ വിൽ ബി നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ന്യൂട്രോൺസ്.
ഓൺലി നമ്മൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ, പ്രോട്ടോൺസിൻ്റെ ചാർജ്. എന്നിട്ട് നമ്മൾ എന്ത് പറയും, യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെ, ഇലക്ട്രോൺസ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദിസ് ന്യൂക്ലിയസ് അല്ലേ, ഇതാണ് നമ്മളെപ്പോഴും പറയാറ്. ഷെൽസ് ഇങ്ങനെ ഉണ്ടാവും. സോ ഇൻ ദ ഷെൽസ് ദർ വിൽ ബി ഡിഫറെൻറ്റ് ഇലക്ട്രോൺസ്. സോ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഓൾ മാറ്റർ ക്യാൻ ബി ന്യൂട്രൽ ഇൻ നേച്ചർ. സോ ദ ഡൈപോൾ മൊമെന്റ് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ മാറ്റർ. എല്ലാ വസ്തുക്കളിലും എന്ത് ഇലക്ട്രിക്കൽ ഫിനോമിനയാണ് നടക്കുന്നത് എന്ന് പഠിക്കാൻ എന്ന് ഉപയോഗിക്കുന്നതാണ് ഡൈപോൾ മൊമെന്റ്. സോ ദിസ് ഈസ് എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ടു ലേൺ ഓർ ടു സീ ദ ഇലക്ട്രിക് ഫിനോമിന ഹാപ്പനിങ് ഇൻ ദ മാറ്റർ. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വാട്ട് ഈസ് എ നോൺ പോളാർ മോളിക്യൂൾ? ലെറ്റ് മീ ടെൽ യു ഫസ്റ്റ്. അതായത് if the center of mass അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. if the center of mass of positive charges coincides with എന്തുമായിട്ട്, negative charges. If the center of mass of positive charges coincide with negative charges, we say that type of molecule can be termed as non-polar molecules. എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം, സിമ്പിൾ ആണ്. ഓക്സിജൻ O2 molecule is there, ഹൈഡ്രജൻ molecule is an example, നൈട്രജൻ molecule is an example. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? when the center of mass coincides with the negative charge. രണ്ടും coincide ചെയ്ത് വന്നു കഴിഞ്ഞാൽ we say that the molecule can be termed as non polar molecule. അങ്ങനെ വരുമ്പോൾ എനിക്കത് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. This is positive charge. This is negative charge. So they are getting, ഇതൊരു ആട്ടത്തിൻ്റെ അകത്താണെന്ന് വിചാരിക്കുക. Okay, so there is positive charge and there is negative charge and they are getting coincided. So in this structure, നിലവിൽ അവർക്കിടയിൽ ഒരു സെപ്പറേറ്റഡ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പോൾ അവർക്കിടയിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നിലവിൽ അവരുടെ സ്ട്രക്ചർ അങ്ങനെയാണ്, ബിക്കോസ് ദേ ആർ കോയിൻസൈഡിങ് അല്ലേ. സോ ഇപ്പോൾ അവർക്കിടയിൽ ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, എന്ത് ചെയ്തു? അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്സ്. എന്ത് സംഭവിക്കും? അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്സ്, ഈ ചാർജസ് സ്റ്റാർട്ടഡ് ടു സെപ്പറേറ്റ്. കാരണം പ്ലസ് ചാർജ് എന്ത് ചെയ്യും? പ്ലസ് ചാർജ് വിൽ മൂവ് ടുവേർഡ്സ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ മൈനസ് ക്യൂ ചാർജസ് വിൽ മൂവ് ടുവേർഡ്സ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, പോസിറ്റീവ് ചാർജ് കുറച്ചും കൂടെയൊക്കെ സെപ്പറേറ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർക്കിടയിൽ എന്ത് ചെയ്യും? ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ലെറ്റ്സ് സേ 2a. അപ്പോൾ അവർക്കിടയിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. സോ നോൺ പോളാർ മോളിക്യൂൾസിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗെറ്റ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു സെപ്പറേറ്റഡ് ഡിസ്റ്റൻസ് ഇല്ല. സോ വി ക്യാൻ സേ ദർ ഇസ് നോ നെറ്റ് ഡൈപോൾ മൊമെന്റ് പ്രസന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി അപ്ലൈഡ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഒരു പുറത്തുനിന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്ലസ് ചാർജ് സ്റ്റാർട്ട്സ് മൂവിങ് ടുവേർഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ചാർജ് സ്റ്റാർട്ടഡ് മൂവിങ് ടുവേർഡ്സ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ. പ്ലസിലേക്ക് മാറും, ഒരാൾ മൈനസിലേക്ക് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് വെൻ ദേ ഗെറ്റ് സെപ്പറേറ്റഡ് വി ക്യാൻ സേ ദാറ്റ് ദർ ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെന്റ്. അങ്ങനെ പറയാം. ഒരു പുതിയ രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സിമിലർ വേ ഇവിടെ എന്ത് സംഭവിക്കും? ടു ചാർജസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ദെയർ ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെന്റ്. അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ദെയർ ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെന്റ്. സോ നോൺ പോളാർ മോളിക്യൂൾസിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നത്, ഡൈപോൾ മൊമെന്റ് ലേൺ ചെയ്യുന്നത്. ആൻഡ് വൈ വി ആർ ലേണിംഗ് ദിസ് ഡൈപോൾ മൊമെന്റ്? ഇറ്റ് ഹെൽപ്സ് ടു see the electric phenomena happening in all matters. So hope you understood what is non-polar molecule. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പോളാർ
മോളിക്യൂൾ. സോ ഈ ഒരു മാറ്ററിൽ എപ്പോഴും പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും അവൈലബിൾ ആണ് നമ്മൾ കണ്ടു. സോ ഈ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ സച്ച് മോളിക്യൂൾസിനെ വിളിക്കുന്നതാണ് നോൺ പോളാർ മോളിക്യൂൾ ആൻഡ് ഓൾ ദോസ് തിങ്സ് നമ്മൾ കണ്ടതാണ്. ഹിയർ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻസൈഡ് എ മാറ്റർ ഈസ് already separated by a distance, then we will say there is a dipole moment already. അതായത് പോളാർ മോളിക്യൂൾ ആണെങ്കിൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്ലസ് ചാർജും മൈനസ് ചാർജും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഓക്കെ, പക്ഷേ പോളാർ ഒരു മാറ്ററിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഒരു പ്ലസ് ഒരു മൈനസ് ചാർജ് ഒന്നും ആയിരിക്കത്തില്ല അല്ലേ. ദർ വിൽ ബി സോ മെനി പ്ലസ് ചാർജസ് ആൻഡ് സോ മെനി മൈനസ് ചാർജസ്. സോ വി ക്യാൻ സേ one minus charge is here, one plus charge is here. So ഈ രണ്ട് കേസിലും എന്തുണ്ട്, when they are separated by a distance we can say എന്ത് പറയാം, അവിടെ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് പറയാം. സോ ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഇറ്റ് വിൽ ഗോ ഫ്രം റൈറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്. പക്ഷേ രണ്ടാമത് എടുക്കുന്ന കേസിലോ the direction of the dipole moment will be moving from your left side to right side. The direction of the dipole moment moving from negative charge to positive charge. സോ ഇങ്ങനെ നമുക്ക് ഒരുപാട് ചാർജസ് നമുക്കൊരു മാറ്ററിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഓൾ ദ ഡയറക്ഷൻ ഓഫ് ദീസ് ചാർജസ് മേ ഗോ ലൈക്ക് ദിസ് ആൻഡ് ഗോ ലൈക്ക് ദിസ്, അങ്ങനെയൊക്കെ പോകാം അല്ലേ. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്സ് വിൽ ബി ഡിഫറൻറ്റ്. അതായത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻസ് വിവിധ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് വി വിൽ സേ ദ നെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ളത്, ദ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. ദ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുക, വി അപ്ലൈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മളായിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, when we apply external electric field, what happened is ഈ ചാർജസ് ഉണ്ടല്ലോ, ഇവർക്ക് ഓൾറെഡി ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഡിഫറെന്റ് ഡയറക്ഷൻസിലുള്ള ഡൈപോൾ മൊമെന്റ് എല്ലാം കൂടെ all the dipole will arrange in the direction of applied electric field. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ പോളാർ മോളിക്യൂളിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് അപ്പോഴാണ് അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോളാർ മോളിക്യൂൾ അവരുടെ സ്ട്രക്ചർ ഇറ്റ്സെൽഫ് എന്താണ്, സെപ്പറേറ്റഡ് ആണ്. സോ ഓൾറെഡി അവർ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പക്ഷെ ഒട്ടനവധി പ്ലസ് ചാർജസും മൈനസ് ചാർജസ് ഉള്ളത് കൊണ്ട് all the directions will be going in different, all the dipole moments will be pointing towards different directions. അങ്ങനെ അത് cancelled each other ആയിട്ട് the net dipole moment will be equal to 0. And when we apply an external electric field, ഒരു external electric field അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, all the dipoles present in that matter will arrange in the direction of electric field. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡൈപോൾ മൊമെന്റും ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. സോ ബാക്കി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്സ് ഓഫ് പോളാർ മോളിക്യൂൾ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. സോ എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഉള്ളത് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് PDF ആക്കി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പ്രീവിയസ് ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും PDF ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മറ്റു കുറച്ച് ടോപ്പിക്സ് ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക്